വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻസി കിട്ടിയ ഒരാളുടെ സക്സസ് സ്റ്റോറിയാണ്. ഇതുപോലുള്ള സക്സസ് സ്റ്റോറീസ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലോട്ട് എത്തിക്കുന്നത് നിങ്ങൾക്കൊരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ്. അതിന് നമ്മളുടെ ചുറ്റുമുള്ള നാച്ചുറൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നൻസി ആകും എന്നൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇതുപോലുള്ള സക്സസ് സ്റ്റോറീസിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരിക്കലും ഡോക്ടറുടെ ട്രീറ്റ്മെന്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ചാനലിൽ പറയുന്ന ടിപ്സ് ഒക്കെയും തന്നെ. ഡോക്ടറുടെ ട്രീറ്റ്മെന്റിനോടൊപ്പം കുറച്ച് മാറ്റങ്ങളും കൂടി നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരികയാണെങ്കിൽ എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ സക്സസ് സ്റ്റോറി നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി തന്നെ നമ്മുടെ തമ്മനയിൽ ഇതിന്റെ ഇമേജ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വിഷമിച്ചതായിരുന്നു ആ കുട്ടി, ഒരുപാട് സ്ട്രഗിൾ എടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് പ്രഗ്നന്റ് ആയത്. അപ്പോൾ ടിപ്സ് ഏതൊക്കെയാണെന്ന് നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടി അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ആ കുട്ടിക്ക് ഹെൽത്തി പ്രഗ്നൻസി ആകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. ട്വിൻ പ്രഗ്നൻസി ആണെന്ന് ഡോക്ടർ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞില്ലാതെ വിഷമിച്ചപ്പോഴേക്കും ഇപ്പോൾ 2 കുട്ടികൾ കിട്ടി, ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ആ കുട്ടി ഫോളോ ചെയ്തതിൽ ഏറ്റവും ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് സീഡ് സൈക്ലിംഗ് ആണ്. സീഡ് സൈക്ലിംഗിൽ ചില പർട്ടിക്കുലർ ആയിട്ടുള്ള സീഡ്സ് നമ്മൾ എടുത്തിട്ട് അത് നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ ഹോർമോണൽ ഇംബാലൻസസും അതുപോലെ നമ്മുടെ അമിതമായിട്ടുള്ള ശരീരഭാരവും മെൻസ്ട്രുവൽ സിംറ്റംസും അതുപോലെ ഇറഗുലാരിറ്റീസും മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസും ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഇന്നത്തെ കാലത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ് കൊണ്ട് നമുക്കുണ്ടാകുന്ന അമിതമായിട്ടുള്ള ശരീരഭാരമൊക്കെ ക്യൂർ ചെയ്യാനായിട്ട് സീഡ് സൈക്ലിംഗ് ഫോളോ ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സീഡ് സൈക്ലിംഗിൽ നമ്മൾ എടുക്കുന്നത് 4 സീഡ്സ് ആണ്. ഇതിൽ ആദ്യത്തെ ഒരു ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ഓവുലേഷൻ നടക്കുന്നതിന് മുൻപുള്ള ഒരു സമയം, നമ്മുടെ ഫോളിക്കുലർ ഫേസ്. ഈ ഒരു സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലാക്സ് സീഡും അതുപോലെ പംകിൻ സീഡുമാണ്. അതിനുശേഷമുള്ള സമയത്ത് നമ്മുടെ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ലൂട്ടിയൽ ഫേസിൽ നമ്മൾ എടുക്കുന്നത് സൺഫ്ലവർ സീഡും സെസമി സീഡുമാണ്. അതായത് സൂര്യകാന്തിയുടെ വിത്തും എള്ളുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഡേ 1 മുതൽ നമ്മുടെ പീരിയഡ്സിന്റെ ഡേയിനെ നമ്മൾ ഡേ 1 ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് പീരിയഡ്സിന്റെ ആ ഒരു ബ്ലീഡിംഗ് തുടങ്ങുന്ന ഒരു ദിവസത്തെ ഡേ 1 ആയിട്ട് എടുത്തിട്ട് ആ ഡേ 1 മുതൽ നിങ്ങൾ എന്നാണോ ഓവുലേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു ദിവസം വരെ നമ്മൾ ആദ്യത്തെ ഫേസിലുള്ള ഫ്ലാക്സ് സീഡും പംകിൻ സീഡും ഉപയോഗിക്കും. അതിനുശേഷമുള്ള സമയത്ത് നമ്മൾ സൺഫ്ലവർ സീഡും സെസമി സീഡും അതായത് എള്ളുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സാധാരണയായിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഹോർമോണൽ ഇംബാലൻസസും തൈറോയ്ഡ് ഉള്ളവർക്കും ഒബിസിറ്റി ഉള്ളവർക്കും ഒക്കെ ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. PCOD ഉള്ളവർക്ക് അമിതമായിട്ട് ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് പീരിയഡ്സിന്റെ ഇറഗുലാരിറ്റീസ് ഒക്കെ ഉള്ളവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്. കാരണം PCOD ഉള്ളവർക്ക് മറ്റുള്ള പ്രശ്നങ്ങൾ PCOD കുറച്ചും കൂടി വേഴ്സ് ആവുമെന്നാണ് ചില ഡോക്ടേഴ്സ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് സീഡ് സൈക്ലിംഗ് PCOD ഉള്ളവർക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് സീഡ് സൈക്ലിംഗ് എടുക്കാവുന്നതാണ്. ഫ്ലാക്സ് സീഡും പംകിൻ സീഡിലും അടങ്ങിയിട്ടുള്ള ഫൈറ്റോ ഈസ്ട്രോജൻ നമ്മുടെ ശരീരത്തിലെ ഈസ്ട്രോജൻ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സഹായിക്കുന്നു. നമുക്ക് ആദ്യത്തെ ഉള്ള ഒരു ഫോളിക്കുലർ ഫേസിൽ നമ്മുടെ ശരീരത്തിൽ വേണ്ട ഹോർമോൺ ഈസ്ട്രോജൻ ഹോർമോൺ ആണ്. ഈസ്ട്രോജൻ ഹോർമോണിന്റെ അളവ് അനുസരിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിലെ എഗ് ഗ്രോത്ത് ഒക്കെ കൃത്യമായിട്ട് വരുന്നതും എഗ് പൊട്ടുന്നതും. അതിനുശേഷമുള്ള സമയത്ത് നമ്മളുടെ ശരീരത്തിൽ വേണ്ടത് പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ്. അപ്പൊ ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് സൺഫ്ലവർ സീഡും അതുപോലെ സെസമി സീഡും. അത് മാത്രമല്ല ഈ ഫ്ലാക്സ് സീഡും പംകിൻ സീഡും നമുക്ക് ഉപയോഗിക്കുമ്പോഴേക്കും ഈസ്ട്രോജന്റെ ലെവൽ നമ്മുടെ ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ പംകിൻ സീഡ് ഉപയോഗിക്കുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള സിങ്ക് ലൂട്ടിയൽ ഫേസിലേക്ക് വേണ്ട പ്രൊജസ്ട്രോൺ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും കൂടി സഹായിക്കുന്നുണ്ട്. സൺഫ്ലവർ സീഡിൽ അടങ്ങിയിട്ടുള്ള സിങ്ക് നമ്മുടെ പ്രൊജസ്ട്രോണിന്റെ പ്രൊഡക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയും ഈസ്ട്രോജന്റെ ആ ഒരു ടൈമിൽ കൂടുതലായിട്ട് ഈസ്ട്രോജൻ ഈ ടൈമിൽ കൂടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുകയുമാണ് ചെയ്യുന്നത് കേട്ടോ. സൺഫ്ലവർ സീഡും അതുപോലെ തന്നെ വിറ്റമിൻ ഇ ഉണ്ട്. വിറ്റമിൻ ഇയിലും പ്രൊജസ്ട്രോൺ നമ്മുടെ ശരീരത്തിൽ എത്തുന്നതിന് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും ബെനിഫിറ്റ് ആണ് സീഡ് സൈക്ലിംഗിൽ ഈ സീഡ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഉപയോഗിക്കുക. കുറച്ചെടുത്തതിന് ശേഷം നിങ്ങളത് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതൊരു നല്ലൊരു പാത്രത്തിലോട്ട് മാറ്റി നമ്മൾ 1 ടീസ്പൂൺ വീതം 2 എടുത്ത് നിങ്ങൾ കഴിക്കുക. ഒരുപാട് നാളത്തേക്ക് വേണ്ടിയിട്ട് പൊടിച്ചു വെക്കാതെ കുറച്ച് നാളത്തേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പൊടിച്ച് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിനകത്ത് അടച്ച് ഫ്രിഡ്ജിലോ നിങ്ങൾക്ക് പുറത്തോ വെക്കാവുന്നതാണ്. ഏകദേശം ഒരു രാവിലത്തെ സമയങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കൃത്യത നിങ്ങൾ വരുത്തുക. ഒരു സമയത്ത് തന്നെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ദിവസം നിങ്ങൾ രാവിലെ എടുത്തു, ഒരു ദിവസം നിങ്ങൾ ഉച്ചയ്ക്ക് എടുത്തു, ഒരു ദിവസം നിങ്ങൾ രാത്രി എടുത്തു, അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. കൃത്യമായിട്ടൊരു സമയത്ത് മാത്രം സീഡ് സൈക്കിൾ നിങ്ങൾ ഫോളോ ചെയ്യുക. അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടൈം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറയുന്നത്. രണ്ടാമതായിട്ട് ഫോളോ ചെയ്തത് എപ്സം സോൾട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ.
എപ്സം സോൾട്ട് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കിച്ചണിൽ ഉപയോഗിക്കുന്ന തരം ഒരു ഉപ്പല്ല, പ്രത്യേക ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സോൾട്ടാണ് എപ്സം സോൾട്ട് എന്ന് പറയുന്നത്. എപ്സം സോൾട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് സാധിക്കും. നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടുന്ന ഒരു മിനറലാണ് മാഗ്നീഷ്യം എന്ന് പറയുന്നത്. ഇത് ഡയറക്ട്ലി മെഗ്നീഷ്യത്തിന്റെ ആ ഒരു കൗണ്ട് നമ്മുടെ റിലേറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് സ്ത്രീകളുടെ എഗ്ഗിനെയും അതുപോലെ കൺസെപ്ഷനെയുമാണ് ഇത് അഫക്ട് ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് ആ ഒരു പീരിയഡ്സ് അടുക്കുന്നതിന് മുൻപായിട്ട് പ്രീമെൻസ്ട്രൽ സിംറ്റംസ് ഉണ്ടാകുന്നുണ്ട്. മാഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി വരുന്നത് ഒപ്പം ഈ പ്രൊജസ്ട്രോണിന്റെ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. മാഗ്നീഷ്യം കുറഞ്ഞാൽ പ്രീമെൻസ്ട്രൽ സിംറ്റംസ് ഭയങ്കര വേഴ്സ് ആയിട്ടുണ്ടാകും. മാഗ്നീഷ്യം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതും ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ബാലൻസിനെ അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എപ്സം സോൾട്ട് ഉപയോഗിക്കാവുന്നതാണ്. അത് ബോത്ത് നിങ്ങളുടെ ഒരു ഫോളിക്കുലർ ഫേസിനെയും ലൂട്ടിയൽ ഫേസിനെയും ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് ആണ് തൈറോയ്ഡ് ഹോർമോണിന്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഈ മാഗ്നീഷ്യം സഹായിക്കുന്നു. തൈറോയിഡിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കാത്തവർക്ക്, അണ്ടർ അല്ലെങ്കിൽ ഓവറായിട്ട് ഹൈപ്പോ തൈറോയിഡിസമോ ഹൈപ്പർ തൈറോയിഡിസമോ ഉള്ള ആളുകൾക്ക് അത് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്സം സോൾട്ട് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ബെനിഫിറ്റ് ആണ് നമ്മളുടെ ശരീരത്തിലെ ഇൻസുലിന്റെ അളവ് ഇത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അടുത്തൊരു ബെനിഫിറ്റ് ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത് നമ്മുടെ സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. നമുക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ആണെങ്കിലും അല്ലാതെ നാച്ചുറലി നമ്മുടെ ശരീരത്തിൽ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന പലതരത്തിലുള്ള സ്ട്രെസ് ആണെങ്കിലും അത് നമ്മുടെ ഹോർമോൺസിന്റെ പ്രവർത്തനത്തിനെ എല്ലാത്തിനെയും തന്നെ അഫക്ട് ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മറ്റൊന്നും ചിന്തിച്ചു പോകണ്ട. നിങ്ങൾ പ്രഗ്നന്റ് ആകാത്തതിന്റെ റീസൺ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ്സും കൂടി ആയിരിക്കും കേട്ടോ. അതൊക്കെ നോർമലൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതുവഴി നമുക്ക് ബോഡിയെ നോർമൽ ആയിട്ട് കൊണ്ടുപോകുന്നതിനും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് കൊടുക്കുന്നതിനും ശരീരത്തിനെ അത് ഹെൽപ്പ് ചെയ്യുന്നു. സ്ട്രെസ് ആണ് അടുത്തൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ്. നമ്മുടെ അണ്ടത്തിന്റെ ക്വാളിറ്റി നല്ലതുപോലെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അണ്ടത്തിന്റെ ക്വാളിറ്റി കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണോ അത് ഉപയോഗിച്ച് നിങ്ങളുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങും കൂടി തിക്കണം. അണ്ടത്തിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ കൊണ്ടുവരുന്ന പല മാറ്റങ്ങളും അണ്ടത്തിലോട്ട് മാത്രമല്ല, അതായത് നമ്മുടെ ഓവറീസിലോട്ട് മാത്രമല്ല, നമ്മുടെ യൂട്രസിലോട്ടും നമ്മുടെ സെർവിക്സിലോട്ടും നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിലോട്ടും ഒക്കെ ഒരു മാറ്റം അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ഒരു പടി ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നവയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഒരു മെഡിസിൻസ് എടുക്കുന്നതോടൊപ്പം തന്നെ പ്രഗ്നന്റ് ആകാനായിട്ട് ശരീരത്തിനെ സപ്പോർട്ട് ചെയ്യാനും കൂടി വേണ്ടിയിട്ട് സഹായിക്കുന്നു. സ്ത്രീകളുടെ അണ്ടത്തിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യാനായിട്ടുള്ള ഒരു ടെസ്റ്റ് ഇപ്പോൾ ഈ ഒരു നിമിഷം വരെ നമുക്ക് അവൈലബിൾ അല്ല. അതിന്റെ വാല്യൂ എത്രത്തോളം അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് AMH ടെസ്റ്റ് എടുക്കാം. അപ്പൊ ഏകദേശം നമ്മുടെ എഗ്ഗിന്റെ റിസർവ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റും. പക്ഷെ അതിലൊരിക്കലും അണ്ടത്തിന്റെ ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ അണ്ടം വളരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വളർന്നത് പൊട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ പോരാ, ആ വളരുന്ന അണ്ടം ഏറ്റവും ക്വാളിറ്റി ഉള്ളതാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്യണം. ആ ക്വാളിറ്റിയുടെ കാര്യത്തിലും എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ കാര്യത്തിലും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് പല സ്ത്രീകളും PCOD ഉള്ളവരും തൈറോയ്ഡ് ഉള്ളവരും ഒക്കെ ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് മെഡിസിൻസ് എടുത്തിട്ടും ഒരുപാട് ട്രിഗർ ഷോട്ട് എടുത്തിട്ടും പ്രഗ്നന്റ് ആകാത്തത്. അപ്പോൾ എഗ്ഗിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എപ്സം സോൾട്ട് ഉപയോഗിക്കാനായിട്ട് നോക്കുക കേട്ടോ. എപ്സം സോൾട്ട് നമുക്ക് മാർജിൻ ഫ്രീ ഷോപ്പുകളിൽ നിന്നോ നല്ല സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടോ നമുക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. സാധാരണ സോൾട്ടിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഗുണമുള്ളതാണ് ഈ എപ്സം സോൾട്ട് എന്ന് പറയുന്നത്. അത് തന്നെ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എപ്സം സോൾട്ട് എങ്ങനെ ശരീരത്തിനകത്തേക്ക് കൊണ്ടുവരാമെന്ന് നമുക്ക് നോക്കാം. എപ്സം സോൾട്ട് നമ്മൾ എടുക്കണമെങ്കിൽ, ശരീരം അബ്സോർബ് ചെയ്യണമെങ്കിൽ നമ്മളത് ഫുഡിൽ ഇടേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് നിങ്ങളിപ്പോ ബാത്ടബിൽ കുളിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ആ കുളിക്കുന്ന വെള്ളത്തിൽ എപ്സം സോൾട്ട് ഇട്ടിട്ട് കുറച്ചു നേരം അതിലൊന്ന് റിലാക്സ് ആയിട്ട് കിടക്കാനായിട്ട് നോക്കുക. അങ്ങനെയല്ല നിങ്ങൾക്ക് ബാത്ടബ് ഇല്ല എങ്കിൽ അത്യാവശ്യം ഒരു വിസ്താരമുള്ള ഒരു പാത്രം നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ 2 കാലുകൾ മുക്കി വെക്കാൻ പാകത്തിനുള്ള വിസ്താരമായിട്ടുള്ള ഒരു പാത്രം നിങ്ങൾ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ എപ്സം സോൾട്ട് ഇട്ടിട്ട് ഒരു ചെറു ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ കാല് ഒരു 15 മിനിറ്റോളം അതിൽ ഇറക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് എപ്സം സോൾട്ടിന്റെ അബ്സോർപ്ഷൻ ശരീരത്തിലോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതിലടങ്ങിയിട്ടുള്ള മഗ്നീഷ്യം നിങ്ങളുടെ ശരീരത്തിലോട്ട് എത്തി ഞാൻ ഈ നേരത്തെ പറഞ്ഞ എല്ലാ ബെനിഫിറ്റും നിങ്ങളിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം മഗ്നീഷ്യത്തിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ബാക്കിയുള്ള ഭക്ഷണങ്ങളും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഈ ഒരു ടിപ്പ് ഭയങ്കര എഫക്റ്റീവ് ആണ്, ഒരുപാട് പോപ്പുലർ ആണ്, നിങ്ങൾക്ക് ഒരുപാട് പണച്ചെലവില്ലാതെ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് പീരിയഡ്സിന്റെ സമയത്താണെങ്കിലും ഓവുലേഷന്റെ സമയത്താണെങ്കിലും ഇംപ്ലാന്റേഷന്റെ സമയത്താണെങ്കിലും എപ്സം സോൾട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് കാല് ഇറക്കി വെക്കുന്ന ഒരു ടിപ്പ് ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ.
മൂന്നാമതായി ഉപയോഗിച്ചത് വീറ്റ് ഗ്രാസ് പൗഡർ ആണ് കേട്ടോ. വീറ്റ് ഗ്രാസിൽ അടങ്ങിയിട്ടുള്ള വിറ്റമിൻസ് ഏതൊക്കെയാണ് നമുക്ക് ആദ്യം തന്നെ നോക്കാം. വിറ്റമിൻ എ, വിറ്റമിൻ സി, വിറ്റമിൻ ഇ, വിറ്റമിൻ കെ, അതുപോലെ വിറ്റമിൻ B6, അയൺ, സിങ്ക്, മാഗ്നീസ്, സെലീനിയം, അതുപോലെ ആൻറ്റി ഓക്സിഡൻസിൻ്റെയും ഒക്കെ ഒരു പാക്കാണ് വീറ്റ് ഗ്രാസ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാ വിറ്റമിൻസും തന്നെ നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ വിറ്റമിൻസും ഈ വീറ്റ് ഗ്രാസിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിലടങ്ങിയിട്ടുള്ള ഒരുപാട് ഫോളിക് ആസിഡിൻ്റെ കണ്ടന്റ് ഉണ്ട്. നമ്മളൊരു ഫോളിക് ആസിഡിൻ്റെ മെഡിസിൻ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ പവർഫുള്ളും സപ്പോർട്ട് നൽകുന്ന ആയിട്ടുള്ള ഫോളിക് ആസിഡിൻ്റെ കണ്ടന്റ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നമ്മുടെ ഫെർട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നത്, ഫെർട്ടിലിറ്റി എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇത് പുരുഷന്മാരിൽ അവരുടെ സ്പേമിൻ്റെ കൗണ്ട് കൂട്ടുന്നതിനും സ്പേമിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും പുരുഷന്മാരിൽ ആ സ്പേമിൻ്റെ DNA സപ്പോർട്ട് കൃത്യമായിട്ട് കൊടുക്കുന്നതിനും ഇത് സഹായിക്കുന്നു. സ്ത്രീകളിൽ ഉണ്ടാകുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിലടങ്ങിയിട്ടുള്ള ഫോളിക് ആസിഡും മറ്റു വിറ്റമിനുകളും ഒക്കെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. നമ്മളുടെ ശരീരത്തിൽ റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ബ്ലഡ് ഫ്ലോ കൃത്യമായിട്ട് നടക്കുന്നതിന് അത് സഹായിക്കുകയുള്ളൂ. അത് മാത്രമല്ല ഇതിൽ നമ്മുടെ ഫ്രീ റാഡിക്കൽസിന് നാശം സംഭവിക്കുന്നത് തടഞ്ഞ് എഗ്ഗിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനും അത് ക്വാളിറ്റി ഉള്ളൊരു എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും ഈ ഒരു വീറ്റ് ഗ്രാസ് കഴിക്കുന്നത് നമ്മളെ സഹായിക്കുന്നു. വജൈനൽ pH കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ പുരുഷന്മാരുടെ ശരീരത്തിൽ നിന്ന് നമ്മളിലോട്ട് എത്തുന്ന സ്പേമിനെ നമ്മുടെ ശരീരം പ്രൊട്ടക്ട് ചെയ്യുന്നതിന് പാകത്തിനുള്ള ഒരു എൻവയോൺമെന്റ് ഒരുക്കി കൊടുക്കുന്നതിനും വീറ്റ് ഗ്രാസ് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലെ മെൻസ്ട്രേഷൻ റെഗുലേറ്റ് ചെയ്യുന്നതിനും പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓവറോൾ സപ്പോർട്ട്, ഓവറോൾ ഒരു ഗുഡ് എൻവയോൺമെന്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനും വീറ്റ് ഗ്രാസ് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്ന പുരുഷന്റെ സ്പേമിനെ മറ്റൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് പോലെയോ അല്ലെങ്കിൽ നമ്മളുടെ ശരീരം തന്നെ നശിപ്പിക്കുന്ന കളയുന്ന ഒരു സിറ്റുവേഷനെ അവോയ്ഡ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. നമ്മുടെ ഫുൾ ബോഡിയെ ഡിറ്റോക്സ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ കുഞ്ഞു വളരുന്നതിന് വേണ്ടിയിട്ട് ഏർലി സ്റ്റേജിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒന്നാണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. ഫോളിക് ആസിഡിന്റെ മെഡിസിൻ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങിച്ച് കഴിക്കാനായിട്ടൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ ഒരു വീറ്റ് ഗ്രാസ് കഴിച്ചു കഴിഞ്ഞാൽ ഫോളിക് ആസിഡിന്റെ കണ്ടന്റ് നമ്മളുടെ ശരീരത്തിൽ എത്തുന്നതിന് ഇത് സഹായിക്കുന്നു. ഫോളിക് ആസിഡിന്റെ കണ്ടന്റ് നമ്മളുടെ ശരീരത്തിൽ കൃത്യമായിട്ടുള്ള അളവിലില്ലെങ്കിൽ കുഞ്ഞിന്റെ ഏർലി സ്റ്റേജിലുള്ള ബ്രെയിൻ ഡെവലപ്മെന്റിനും അതുപോലെ സുഷുമ്ന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനും ഇത് ഒരുപാട് തടസ്സം സൃഷ്ടിക്കും. വീറ്റ് ഗ്രാസ് കഴിക്കുന്നത് നമ്മളെ ആ ഒരു പ്രവർത്തനങ്ങളിലെല്ലാം സപ്പോർട്ട് ചെയ്യുന്നു. ഫോളിക് ആസിഡിന്റെ കണ്ടന്റ് കൃത്യമായിട്ട് തരുന്നു. ഓവറോൾ ഒരു എഗ്ഗിനെ ഫുൾ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കുഞ്ഞിന് കിടക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു എൻവയോൺമെന്റ് അവിടെ നമ്മുടെ യൂട്രസിൽ ഉണ്ടാക്കി കൊടുക്കുന്നതിനും എല്ലാ ആക്ടിവിറ്റീസിനും അതിനനുസരിച്ചിട്ട് ആ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ചട്ടം വരുത്തുന്നതിനും ഒക്കെ ഇത് സഹായിക്കുന്നു. അപ്പോൾ വീറ്റ് ഗ്രാസ് കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി വീട്ടിൽ എങ്ങനെ നമുക്ക് വീറ്റ് ഗ്രാസ് ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. നമ്മൾ സാധാരണയായിട്ട് ചെറുപയറൊക്കെ മുളപ്പിക്കാനായിട്ട് വെക്കില്ലേ, അതുപോലെ നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ട് ഒരു ഓവർനൈറ്റ് നമ്മൾ വെക്കുക. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നമുക്കത് മുളച്ച് വരുന്നതായിട്ട് തോന്നും. ഗോതമ്പ് നല്ലപോലെ കഴുകിയിട്ട് നമ്മൾ ഇത്തിരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക കേട്ടോ. ഇതാണ് ഫസ്റ്റത്തെ പ്രോസസ്സ്. അങ്ങനെ വെക്കുമ്പോൾ ഓവർനൈറ്റ് നമ്മൾ അങ്ങനെ സോക്ക് ചെയ്തിട്ട് കഴിയുമ്പോഴേക്കും ഇതിൽ നിന്ന് ആ മുള വരുന്നതായിട്ട് നമുക്ക് തോന്നും. ചിലവർക്ക് ഓവർനൈറ്റ് കഴിയുന്നില്ലെങ്കിൽ കുറച്ച് നേരം കൂടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. അതിൽ നിന്ന് മുള വരുന്നതായിട്ട് നമുക്ക് തോന്നും. മുള വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതൊരു മണ്ണിലോട്ട് മാറ്റി വെക്കുക. കുഞ്ഞൊരു പാത്രത്തിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇപ്പോൾ ചെടിച്ചട്ടിയിലാണെങ്കിൽ തന്നെ ഇത്തിരി മണ്ണിട്ടിട്ട് നമ്മൾ അതിലോട്ട് ഈ ഒരു ഗോതമ്പിൻ്റെ ഫുൾ ആ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ആ മുള വന്നതെല്ലാം അതിലോട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസത്തിന് ശേഷം ഇത് നല്ലതുപോലെ അങ്ങോട്ട് വളരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതിങ്ങനെ നല്ലതുപോലെ വളരുന്നതായിട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് ഇങ്ങനെ പിഴുതെടുക്കാതെ കത്രിക വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളത് ജ്യൂസാക്കി അടിച്ചിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പച്ചപ്പുല്ലാണ് നമ്മൾ കുടിക്കുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ടോ ടേസ്റ്റ് വ്യത്യാസമോ ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആപ്പിൾ ജ്യൂസോ അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ്. പിന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഒരു ഗ്ലാസ് ഫുള്ളും കുടിക്കുമെന്ന് നമ്മൾ വാശി പിടിക്കേണ്ട. കാരണം അത് പുല്ലാണ് നമ്മൾ അരച്ച് കുടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊന്ന് ക്വാണ്ടിറ്റി കുറച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. ആദ്യം തന്നെ നമ്മളൊരു 1/2 ഗ്ലാസ് നമ്മൾ എടുക്കുക. 1/2 ഗ്ലാസ് എടുത്തിട്ട് നമുക്കിത് പറ്റുന്നുണ്ടോ, നമ്മുടെ ബോഡി എങ്ങനെയാണ് ഇതുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക. പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കുക. പിന്നീട് ഗ്ലാസ് നമ്മൾ കൂട്ടി കൊണ്ടുവരാം കേട്ടോ. സിപ്പ് ബൈ സിപ്പായിട്ട് നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ടേസ്റ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആപ്പിൾ ജ്യൂസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജ്യൂസ് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നത് പോലെ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അതിപ്പോൾ ഹണി ഉപയോഗിച്ച് കുടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ പറ്റുന്നില്ല അങ്ങനെ കുടിക്കുകയാണെങ്കിൽ ഒരു ഇത്തിരി മാത്രം ഹണി ആഡ് ചെയ്തിട്ട് നിങ്ങൾ കുടിക്കുക കേട്ടോ. ഒരുപാട് വീറ്റ് ഗ്രാസ് വെച്ചിട്ട് എങ്ങനെ ജ്യൂസ് ഉണ്ടാക്കാം എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് യൂട്യൂബിൽ ഒരുപാടുണ്ട്. അത് കണ്ടതിന് ശേഷം നിങ്ങൾ വീഡിയോസ് ഉണ്ടാക്കുക. ഇനി
ഇങ്ങനെ നമുക്ക് മുളപ്പിച്ച് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വീറ്റ് ഗ്രാസിൻ്റെ പൊടി വാങ്ങിക്കാനായിട്ട് കിട്ടും. ഒരുമാതിരി മെഡിക്കൽ ഷോപ്പിലും അതുപോലെ ആയുർവേദ ഷോപ്പിലും ഇത് അവൈലബിൾ ആണ്. ഇനി അവിടെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഓൺലൈനിൽ ഇത് അവൈലബിൾ ആണ്. വീറ്റ് ഗ്രാസ് നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കാവുന്നതേ ഉള്ളൂ. അതിന് ലിങ്ക് കിട്ടുമോ എന്ന് നോക്കട്ടെ. കിട്ടുന്നുണ്ടെങ്കിൽ ഞാനിവിടെ പ്രൊഡക്റ്റിൻ്റെ കാർട്ടിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ലെങ്ത് ആയി പോയെന്നറിയാം. പറ്റുമെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിൽ റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.